ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈ രാത്രിയെ പറ്റി പലർക്കും ഓരോ സങ്കല്പമാണുള്ളത്. വെറും ലൈംഗിക ചേഷ്ടകൾ കൊണ്ട് മാത്രം അലങ്കോലപ്പെടുത്താവുന്ന ഒരു രാത്രിയായി എനിക്കിതിനെ കാണാൻ പറ്റില്ല. നമ്മൾ പുതിയൊരു ജീവിതത്തിന് അടിത്തറ പാവുകയാണെന്ന്. അതിനു മുമ്പ് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സബനയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? പറയണം. സബ്ന പഠിച്ചവളാണ്, പണക്കാരിയാണ്. നിനക്ക് സ്നേഹിതകൾ കാണും. അവരെ കാണാൻ നിനക്ക് എപ്പോ വേണമെങ്കിലും പോകാം. ഞാനത് ചോദ്യം ചെയ്യുകയില്ല. ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. കേൾക്കട്ടെ. ഭർത്താവ് എന്ന എന്റെ മഹനീയ പദവിക്ക് ഞാൻ ഒരിക്കലും കളങ്കം വരുത്തുകയില്ല. ഭാര്യയുടെ പദവി കാത്തു സൂക്ഷിക്കേണ്ട കടമ സബനയുടേതാണ്. ഞാനിതിൽ തികച്ചും ബോധവതിയാണ്. ഇനിയും എന്തൊക്കെയാണ് പറയാനുള്ളത്? പറയാൻ പലതുമുണ്ട്. ഇപ്പോഴല്ല, പിന്നീട്. എങ്കിൽ എന്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ തുറന്നു പറയട്ടെ. പറയൂ. ഒരു സ്ത്രീയുടെ ജീവിതം പരിപൂർണമാകുന്നത് പ്രസവത്തിലൂടെയാണെന്ന് വിവരദോഷികളായ ആരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നേരെ എതിരഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് 5 വർഷത്തേക്കെങ്കിലും ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. 5 വർഷം? 5 years മിനിമം. അവർ വരാൻ ഇത്ര വൈകുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാനും ആലോചിക്കുന്നത്. വഴിക്ക് വെച്ച് വണ്ടിക്ക് വല്ല ഏനക്കേടും കരുനാക്കൊണ്ടൊന്നും ഉണ്ടായിരിക്കും. വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ? അതെ അതെ, വഴിക്ക് വെച്ച് വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ? വരും വരും. എന്താ ഇത്ര താമസിച്ചത്? വഴിയിൽ വലിയ തിരക്കായിരുന്നു. ഞങ്ങൾ ആ പാടെ വിഷമിച്ചു പോയി. താമസിക്കാൻ കാരണമെന്ന് ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. ഞങ്ങളെ കൊണ്ടുവരാൻ അളിയും കൂടെ വരുമെന്ന് വിചാരിച്ചു. വന്നില്ലേ? അത് ശരി. ഇരിക്കേ. ഞാൻ നാട്ടേക്ക് പോയിട്ടരാം. ശരി. എന്റെ മകളുടെ ഭർത്താവാണ്. അറിയാം. ആ, സ്ത്രീധന വിരോധമൊക്കെ എവിടം വരെ ആയി? എന്താ ഒരു പരിഹാസം പോലെ? പരിഹാസമൊന്നുമല്ല. അല്ല, പരിഹസിച്ചാലും അതിൽ അത്ഭുതമൊന്നുമില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണല്ലോ അങ്ങ്. നിയമം പാലിക്കേണ്ട നിങ്ങളൊക്കെ തന്നെ ഇവിടെ നിയമം ലംഘിക്കുന്നു. മകളെ കെട്ടിച്ചയച്ചത് 1 ലക്ഷം രൂപയും കാറും 50 പവന്റെ സ്വർണവും കൊടുത്തിട്ടല്ലേ? സംസാരിക്കേ. ഞാൻ കാര്യമല്ലേ മാമ പറഞ്ഞത്. പുരുഷൻ സ്ത്രീക്ക് ധനം നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിക നിയമം. അതിനാണ് മഹർ എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ, മഹർ എന്ന് പറയുന്നതാ. മറിച്ചാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീ പുരുഷന് കപ്പം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ ആദർശം പ്രസംഗിക്കുന്നവനും ഒരു പെണ്ണിനെയും കെട്ടാൻ തയ്യാറാവൂല. പെണ്ണ് വീട്ടിലിരുന്ന് നരയിക്കും. പെമ്പിടൊരു വശക്കേടായി പോവും. ചോരത്തിളപ്പ് കൊണ്ട് അവരെന്തെങ്കിലും അവിവേകം കാണിച്ചു പോയാൽ അനുഭവിക്കേണ്ടതാരാ? അനുഭവിക്കേണ്ടത് നമ്മുടെ കാരണവന്മാര്. അല്ലാണ്ടാരാ? അതെന്താ മാമ അങ്ങനെ പറഞ്ഞത്? മാമാക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ. സ്ത്രീധനം വല്ലതും വാങ്ങിയിട്ടാണോ ഞാൻ അവളെ കല്യാണം കഴിച്ചത്? അന്ന് സ്ത്രീധനം തരാൻ മാമാക്ക് കഴിവില്ലായിരുന്നു. ഇന്നല്ലേ വീപ്പ ബിസിനസ്സും മറ്റുമൊക്കെ ആയിട്ട് ഇത്ര വലിയ വീടും സൗകര്യമൊക്കെ ഉണ്ടായത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഷമീർ അളിയൻ കല്യാണം കഴിച്ചത് സ്ത്രീധനം വാങ്ങിയിട്ടാണോ? ഇക്കാര്യത്തിൽ അളിയനോളം എതിർപ്പുള്ള ചെറുപ്പക്കാർ ഇന്നാട്ടിൽ വേറെ ഇല്ലല്ലോ. അതില്ല. അതെങ്ങനെ ഉണ്ടാവുന്നത്? എനിക്ക് പറയാനുള്ളത്, ഉള്ളവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരെ നിർബന്ധിക്കണ്ട. അങ്ങനെ ഒരു പൊതു തത്വം സ്വീകരിച്ചാൽ പ്രശ്നം ഭംഗിയായി. അതാ നല്ലത്. കുടിക്ക്. സബന വലിയ വീട്ടിലെ പെണ്ണാ. അവൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ പിടിച്ചു കാണും. നല്ല സ്വഭാവമാ. അഹങ്കാരമോ തണ്ടോ ഒന്നും സപ്നയ്ക്കില്ല. തണ്ട് കാണിച്ചാൽ തന്നെ മിണ്ടാൻ പറ്റുമോ? നിന്നെ പോലാണോ അവള്? അതിന് മാത്രം പൊന്നുപണമായിട്ടല്ലേ അവൾ വന്ന് കയറിയിരിക്കുന്നത്. എന്റെ ബാപ്പയ്ക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു. ബാപ്പ കയറണമെന്നില്ല, നീ വന്നാലും മതി. എന്ത് പൊന്നും പണവുമോ? നിന്നെ തന്നെ. നൂർജഹാനെ, നീ 2 പാത്രം ചായ കൊണ്ടുപോയി അയ്യൂബിന് സപ്നയ്ക്കും കൊടുക്ക്. സബ്ന, സബ്ന,
ഇത്ത എന്തിനു നിനക്ക് ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്ക് വേണ്ട കാപ്പി ഞാൻ ഒന്ന് എടുത്തുകൊണ്ട് പോരുമായിരുന്നല്ലോ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഇവിടെ അടുക്കള വേലയ്ക്ക് വേറെ ആരുമില്ലേ? വേറെ ആളെന്തിനാ? എനിക്ക് ചെയ്തു തീർക്കാവുന്ന ജോലികളെ ഇവിടെ ഉള്ളൂ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ? അമ്മായി പറഞ്ഞപ്പോഴേ ചൂടാക്കിയല്ലോ. ഇവിടെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ? നൂർജഹാൻ അറിയാത്ത ജോലികളൊന്നുമില്ല. എല്ലാ ജോലിയും അവൾക്ക് തന്നെ ചെയ്യണം. വേറെ ആളെ നിർത്താൻ അവൾ സമ്മതിക്കത്തുമില്ല. അല്ലേ നൂർജഹാനെ? എനിക്കും കുട്ടികൾക്കും വീട്ടിൽ പോണായിരുന്നു. പൊയ്ക്കോ. ഇവിടെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ? എന്റെ കാശ്. കാശോ? കാശല്ല, പവനാ നിനക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പൊയ്ക്കോ അവിടുന്ന്. പോകാൻ തന്നെ വന്നത്. പക്ഷെ എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്നിട്ട് നീ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. ആ ഷീനയോ? എന്താ മോളെ? അമ്മായി, എനിക്ക് ഉമ്മർക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ. ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങിത്തരണം. അതിനെന്താ മോളെ? നൂർജഹാനെ, നൂർജഹാനെ! എന്താ അമ്മായി? നിന്റെ കുറച്ച് ആഭരണങ്ങൾ ഷീജയ്ക്ക് കൊടുക്ക്. അത് ഞാൻ കിഴക്കത്തിലെ സരളയ്ക്ക് കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്നോട് ചോദിക്കാതെയും എന്റെ സമ്മതം വാങ്ങാതെയും കണ്ടവൾക്കൊക്കെ പണ്ടങ്ങൾ കൊടുക്കാൻ നിനക്കെന്താ അവകാശം? അതെങ്ങനെയാണ് അമ്മായി? ഇത്ത വാക്ക് കൊടുത്തതല്ലേ. ഷീജയ്ക്ക് എന്റെ ആഭരണങ്ങൾ കൊടുക്കാം. വാ ഷീജ. അത് വേണ്ട. ഇവിടെ തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയണം. ഇവൾ ഇട്ടുകൊണ്ട് നടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവളുടെ വാപ്പ വാങ്ങിക്കൊടുത്തതല്ല, എന്റെ മോൻ വാങ്ങിക്കൊടുത്തതാ. അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് എനിക്കറിയണം. ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു. ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയേക്കാൾ അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ്. ഇത്തയോട് ഇത് പറഞ്ഞത് നന്നായി. മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത്. വിവരക്കേടോ എന്ന് വെച്ചാ ഞാൻ വിവരം കിട്ടാളാണെന്നോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വല്ല പിത്തപ്പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എരവ് ബന്ധങ്ങൾക്കായി ഷീജ ഇത്തയുടെ അടുത്ത് വന്നതിലാണ് എനിക്ക് അത്ഭുതം. ഇത് ആഭരണങ്ങൾ. ഇതാ മോളെ. എനിക്കാരുടെ ആഭരണങ്ങളൊന്നും വേണ്ട മോളെ. നീ പോലെ മോളെ. അവള് പൊയ്ക്കോട്ടെ അമ്മായി. ഇപ്പോഴേ അവള് ചുണക്കുട്ടിയായുള്ളൂ. അമ്മായി ഇനിയും അവളെ ചീത്തയാക്കണ്ട. അപ്പൊ നീ ചീത്തയാണല്ലേടി? അയൂബിന്റെ ഉമ്മയോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ അയൂബിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്കല്ല, നിനക്കാണത് ഓർമ്മ വേണ്ടത്. ആ ബോധം എനിക്കെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്നിട്ടാണ് എന്നെ ധിക്കരിക്കാൻ ശ്രമിക്കുന്നത്. കാര്യം പറയുന്നതൊക്കെ ധിക്കാരമാകുന്നത് എങ്ങനെ? ഇതിന് സമാധാനം ഞാൻ അയൂബിനെ കൊണ്ട് പറയിപ്പിച്ചോളാം. അയൂബിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താതെ അമ്മായി. ഞാൻ അയൂബിന്റെ അടിമയൊന്നും അല്ലല്ലോ. എന്താ സംശയം? ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ. എന്താ നീ ചിരിക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അമ്മായിയുടെ ശ്രമം കാണുമ്പോൾ ചിരിക്കാനല്ലാതെ കരയാൻ പറ്റുമോ? അമ്മായി, അമ്മായി പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണെന്ന്. 1,00,000 രൂപയും 50 പൗണ്ട് സ്വർണവും കാറും വില നിശ്ചയിച്ച് എന്റെ ബാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ്. പറയാമായി ആരാരുടെ അടിമയാണെന്ന്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങളുടെ ഇളയ മരുമകൾ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടോ? എല്ലാം ഞാൻ കേട്ടു. നീ നിന്റെ നാവ് കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു. എന്തിനാ നിന്റെ പുറപ്പാട്? സബ്ന അൻസാരിയുടെ മകളല്ല, ഇൻസ്പെക്ടർ അബ്ദുൾ മുത്തലീഫിന്റെ മകളാണ്. നാണവും മാനവും വേണമെങ്കിൽ മര്യാദക്കിരുന്നോടാ. എന്റെ സ്ത്രീധനം 1,00,000 രൂപ എനിക്ക് കിട്ടണം. ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ്. സ്ത്രീധന തുകയോ? നീ ഓടി വന്ന് ചോദിക്കുമ്പോ എടുത്തു തരാനുള്ള പണമല്ലത്. ആ പണം കൊണ്ട് ഞാനൊരു ഭൂമി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ പണം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ അതുകൊണ്ട് ഭൂമി വാങ്ങണ്ട. നിന്റെ പണമോ? നിനക്കിടുന്ന പണം? എനിക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കിട്ടിയ സ്ത്രീധനം? ആ പണം കൈനീട്ടി വാങ്ങാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചത് ആരാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഞങ്ങളാണ്, ഞാനും നിന്റെ ഉമ്മായി. ആ ഞങ്ങളോടാണോ നീ കണക്ക് പറയുന്നത്? പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉമ്മ ബാപ്പമാർക്ക് സൂചിച്ച് ജീവിക്കാനല്ല, അവരുടെ പെൺമക്കളെ കെട്ടിച്ചയക്കാനുമല്ല. മകളുടെയും ഭർത്താവിന്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അടിത്തറ കെട്ടി ഉറപ്പിക്കലാണ് ആ പണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എങ്കിലവർ ഞങ്ങളുടെ കയ്യിൽ പണം തരേണ്ട കാര്യമില്ലല്ലോ. ആ പണം വാങ്ങി നിങ്ങൾ തോന്നിയ മട്ടിൽ ചെലവ് ചെയ്തിട്ട് അവർ പണം ചോദിച്ചാൽ ഞങ്ങൾ എന്ത് സമാധാനം പറയും? അന്ന് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോളാം. ഓരല്ലോ കാരണവന്മാരാ ഞങ്ങൾക്കും ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങൾ. ഷമീറെ വിവരം പറഞ്ഞോ? അയൂബിന് അവന് സ്ത്രീധനം വേണോന്ന്? എന്തിനാണ് നിനക്ക് പണം?
ആവശ്യമുണ്ടായിട്ട്. ആ ആവശ്യം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ധൂർത്തടിച്ച് കളയാൻ അല്ല എന്തിനാ? ഉമ്മ അവിടെ ഉണ്ടായിരിക്കും. ഇവനോട് ചോദിച്ചതിന് മറുപടി ഇവൻ പറയട്ടെ. എന്തിനാണ് ഇപ്പൊ പണം? എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ബിസിനസിന്റെ ABCD അറിയാൻ പാടില്ലാത്ത നീ എന്തോ ബിസിനസ് ചെയ്യാനാ? അതൊക്കെ ഒക്കെ എന്തിനാ അറിയുന്നേ? ഞാൻ 4 കാശുണ്ടാക്കി നല്ല നിലയിൽ എത്തുന്നതിന്റെ കണ്ണുകടി ഉണ്ടാവും. നീ ഇത് പറയുമെന്ന് എനിക്കറിയാം. ഇതൊന്നും ഇവൻ പറയുന്നല്ലടാ, ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. തലയണ മന്ത്രം കൊണ്ട് ആണുങ്ങളെ വശത്താക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയാൻ ആരെയും ഭയപ്പെടുകയും വേണ്ട. അല്പം അടക്കവും ഒതുക്കമൊക്കെ ശീലിക്കുന്നതാണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. സബ്ര പലപ്പോഴും അത് മറന്നുപോകുന്നു. ഒരുപക്ഷെ ലക്ഷം രൂപയും 50 പവന്റെ സ്വർണവും കാറും ഒക്കെ ആയിട്ട് വന്നതിന്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരം അല്ലെങ്കിലും കൊണ്ടുവന്ന പണത്തിന്റെ ബോധം മനസ്സിലുണ്ട്. ഒന്നും നീ മറക്കാതിരുന്നാൽ അന്ന് മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കെട്ടിബന്ധിച്ചിരിക്കുന്നത് പണത്തിന്മേലല്ല. വില കൊടുത്തു വാങ്ങാനാവാത്ത സ്നേഹത്തിന്റെ കഴുത്തിൽ നീ കത്തിവെക്കരുത്. ഉമ്മ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇനി ഇവന്റെ പണം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ ഉമ്മയ്ക്ക് സ്വർഗം? അവൻ കൊടുത്തേക്കുമ്മ, അവൻ കൊണ്ട് എന്ത് വേണേ ചെയ്യോട്ടെ. ഞാൻ പണം തന്നേക്കാം, അതുകൊണ്ട് നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇതാണ് ഉമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ദോഷം. മക്കളെ ഒരിക്കലും ശപിക്കരുത് ഉമ്മ. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും നിനക്ക് തന്നെ. വരൂ. വീടെങ്ങനെ? കൊള്ളാം, നന്നായിരിക്കുന്നു. മോളെ സൗദാബി, കുറച്ച് വെള്ളം ഒന്ന് എടുത്തു. ഞങ്ങളുടെ കാശ് തരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. കാശോ? മണ്ണാൻ കിട്ടാ തരാൻ മനസ്സില്ലെങ്കിലോ? ഞങ്ങളിവിടെ സത്യാഗ്രഹം ചെയ്യും. ഞാനും സത്യാഗ്രഹം ചെയ്യും. സത്യാഗ്രഹമോ? പിന്നത്തെ കിടപ്പ് പോലീസ് സ്റ്റേഷനിലാവും. ഥു. ഉമ്മ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേ? നടക്കാനുള്ള കാര്യം വല്ലതുമാണോ ഇത്? എന്തേ നടന്നാൽ? ഉമ്മേനെ പെറ്റതുകൊണ്ട് തന്നെ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കഴിഞ്ഞ് നോമ്പിന്റെ കാശ് ചോദിച്ചു വരുന്ന പെണ്ണുങ്ങളെ പോലെ അല്ലേ നീ? കാശ് ചോദിച്ചു വരാൻ കണ്ട നേരം. എടി, നിനക്കിപ്പോ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ എന്താ? ഞാനും നിന്റെ ബാപ്പയും മരിച്ചു കഴിഞ്ഞാ ഈ കാണപ്പെട്ട സ്വത്തിന്റെ ഒരു അവകാശം നിനക്കൂടെ ഉള്ളതല്ലേ? അതുവരെ ഞങ്ങൾ കാത്തിരിക്കണ്ടേ ഉമ്മ? അല്ലെങ്കിൽ പിന്നെ ഉമ്മയും ബാപ്പയും നേരത്തെ മരിക്കാൻ ഞങ്ങൾ പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് വേണോ ഉമ്മ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പെട്ടെന്ന് മരിക്കൂല. അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാലുകുത്തേന്റെ നാശമാണിടി അയ്യവും പെണ്ണും ഈ വീട്ടിൽ നിന്ന് പോയത്. അയ്യവും പെണ്ണും പോയെങ്കിൽ എന്താ? ഉമ്മയ്ക്കും ബാപ്പയ്ക്കും 1000 ഉമ്മയും കൊണ്ടവൻ വരുന്നുണ്ട്. ആരാ? ഈ സൗദാബി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയതിന്റെ ഗുണമാ അത്. അമ്പടി കള്ളി. എന്നിട്ട് ഇത്രയും നാളീ നല്ല വാർത്ത എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? പറയണമെന്ന് ഞാൻ പലതവണ വിചാരിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ കാര്യം ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്ത ഭയം. ഓ, കഴിഞ്ഞ തവണത്തെ സംഭവം അതൊക്കെ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്ക് ഉണ്ടാകാറുള്ളതല്ലേ? പക്ഷേ പലർക്കും 2-3 മാസം എത്തുമ്പോഴാണ് അത് സംഭവിക്കാറുള്ളത്. എന്റേത് 6ാം മാസത്തിലായിരുന്നു. കഴിഞ്ഞതെല്ലാം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ. ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. 10 മാസം തികഞ്ഞ് തന്നെ നീ പ്രസവിക്കും. ഒരു പെണ്ണും കൊടുത്ത് സ്ത്രീധനം വാങ്ങി അയ്യൂബ് സ്ഥലം വിട്ടു. ഇനിയിപ്പോ ഞാൻ കാശിന് എവിടാ പോന്നേ? അയ്യോ കൊടാ, അയ്യോ പോയാ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അപ്പം ചൂടോടുകൂടി തിന്നണമെന്ന്. അരി മേടിക്കാൻ കാശിലാണ് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാണ്ട് പോയത്. ഈ കമ്മീഷൻ കാശൊക്കെ നേരത്തെ കാലത്തെ വാങ്ങിച്ചില്ലെങ്കിൽ ഇതുപോലെ വളവളാനായി പോകും. എന്ത് കൂടി കിട്ടി? ഇനിയിപ്പൊ അവനെ കണ്ടുപിടിക്കാൻ എന്തോരം കാശ് ചെലവ് ചെയ്യണം? ഒരു 10 പൈസ കിട്ടാൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടാ അതങ്ങ് കൊടുത്തേക്ക്, അല്ലെ കമ്മീഷൻ പോയി യൂണിയനിൽ പറയും. അമ്പന്റെ അൽഹംദുലില്ലാ. എടോ കമ്മീഷേ, കൊട അല്ല, അയ്യോ എന്റെ കൊടയാണ്.
മിസ്റ്റർ അയൂബ്, ഓഹോ, ഇതിനേക്കാൾ ലാഭകരമായ ബിസിനസ് വേറെ ഇല്ല. ഇതൊന്ന് വിപുലമായ രീതിയിൽ നടത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഒരു പാർട്ട്ണറെ കൂടി ചേർക്കാമെന്ന് വെച്ചതും താങ്കളെ ക്ഷണിച്ചതും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ ബിസിനസ്സിലേക്ക് പണം മുടക്കാൻ ഞാൻ തയ്യാറാണ്. സ്ത്രീധനം പിടിച്ചു വെച്ചാൽ സത്യാഗ്രഹം സിന്ദാബാദ്. 50-ാം ദിവസം സിന്ദാബാദ്. സ്ത്രീധനം പിടിച്ചു വെച്ചാൽ സത്യാഗ്രഹം. 50-ാം ദിവസം സിന്ദാബാദ്. ആരാടാ ഇത്? വാ. ഉമ്മാ, ഇത്താത്ത ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് മഹാനാണക്കേട. അളിയൻ ചോദിച്ച പണം കൊടുത്ത് അവരെ പറഞ്ഞേക്കണം. നീ ഓടിക്കിതച്ച് വന്ന് കൽപ്പിക്കുമ്പോഴേക്ക് എടുത്തു കൊടുക്കാൻ ഇവിടെ പണം വേണ്ടേ? ഉണ്ടായിരുന്ന പണവുമായി അയൂബ് പോയി. അത്രയ്ക്ക് നാണക്കേട് തോന്നുമെങ്കിൽ നീ തന്നെ അതും കൊടുക്ക്. ഉമ്മ പറയുന്നതിന് മുമ്പേ ഞാൻ അതിന് തയ്യാറായതാ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ അളിയൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണം കൊടുത്ത് ഇത്താത്തയും കുട്ടികളെ ഇവിടുന്ന് പറഞ്ഞ് അയച്ചില്ലെങ്കിൽ ഈ നാണക്കേട് സഹിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും പോകും. ഒരു പോക്കടങ്ങാൻ കൊണ്ടുപോയി തൊലയ്ക്ക്. എന്താ മാമ നോക്കിയിരിക്കുന്നത്? അത് വാങ്ങിച്ചു താ. എന്താ ഞാൻ തന്നെ വാങ്ങാൻ പാടില്ലേ? വീട്ടിലെ കാരണവര് മാമയല്ലേ. തന്നെയല്ല, അമ്മായിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാ അത് നല്ല കാര്യത്തിന് ഉപകരിച്ചില്ല എന്നും വരും. ദാ പുന്നാര് മാമ തന്നെ കൊടുത്തേ. അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ? ഈ പണം ഞാൻ എങ്ങനെ ചെലവ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോ. എനിക്കൊരു ചുക്കും അറിയണ്ട. അറിയണം, അറിഞ്ഞേ പറ്റൂ. ഷമീറിന് സ്ത്രീധനം തരാൻ വേണ്ടി അൻസാരി മാമ വിറ്റ വീടും പറമ്പുണ്ടല്ലോ, അത് ഞാൻ തിരിച്ചെടുത്തു കൊടുക്കും. ബാക്കി തുക സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാതെ അവിവാഹിതകളായി കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ചെലവാക്കും. അമ്മായിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ഇതാ നിങ്ങളുടെ പേർക്ക് തിരിച്ചെഴുതിയ നിങ്ങളുടെ വീടിന്റെയും പറമ്പിന്റെ ആധാരം. പണം എനിക്ക് അസനാലി തന്നു. പണം ഹസനാലി തരികയെ? എന്തിന്? എന്റെ പണമല്ല, കുഞ്ഞബ്ദുല്ലയിൽ നിന്നും അൻസാരി മാമ വാങ്ങി അമ്മായി കൊടുത്ത പണം അവരിൽ നിന്നും ഞാൻ വാങ്ങി കുഞ്ഞബ്ദുല്ലയ്ക്ക് കൊടുത്തു. മാമ ആധാരം വാങ്ങിച്ചു. ഇത് വേണ്ടായിരുന്നു. സാരമില്ല മാമ, ആധാരം വാങ്ങിച്ചു. ഇതാ